ഹലോ, അയർലാൻഡിലെ അമ്പലത്തിൽ പോയാലോ? ഇനി കുറച്ച് ഭക്തിമാർഗ്ഗമാവാം. അതുകൊണ്ടൊന്നല്ല കേട്ടോ, ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അയർലാൻഡിലൊരു ടെമ്പിൾ ഉണ്ടെന്ന് കണ്ടു. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇത് കേട്ടപ്പോൾ ഒരു ആകാംക്ഷയായി. അയർലാൻഡിൽ ടെമ്പിളോ, അതെങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു, ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചു. ഇത് നോർത്തേൺ അയർലാൻഡിലാട്ടോ വരുന്നത്. അങ്ങനെ പോവാമെന്ന് വെച്ചു. അവിടെ എത്തിയിട്ടോ. അതിൻ്റെ അക്കരെ ഒരു ദ്വീപിലാണ് ഈ ടെമ്പിൾ ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫെറിയിൽ വേണം പോകാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഓട്ടമൊക്കെ ആയ കാരണം ആ ദ്വീപ് കാണാനായിട്ട്. ഫെറി വന്നു കേട്ടോ. ഫെറി ഭയങ്കര വലിയ ഫെറിയൊന്നുമല്ല, ഇത് 2 മരം കൊണ്ട് തട്ടിക്കുട്ടി എന്തോ ഒരു ഫെറി. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അല്ല, കുറേ ഐറിഷുകാരൊക്കെ ഈ അമ്പലം കാണാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻസും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഭയങ്കര വലിയ ഫെറി യാത്ര ഒന്നും ആയിരുന്നില്ലെങ്കിലും എല്ലാവരും കൂടി ഒരു രസമായിരുന്നു. പിന്നെ ഈ ഐറിഷുകാരൊക്കെ ഈ ടെമ്പിളിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞാവോ? ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഹരേ കൃഷ്ണ ഒരു ടീമില്ലേ, അവരുടെ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും എന്ന് നല്ലൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ടോ. ഫസ്റ്റ് തന്നെ അമ്പലമൊന്നുമല്ല കാണുന്നത്, ഫുള്ള് കാടും അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. കാട്ടിക്കൂടൊക്കെ നടന്നിട്ട് വേണം അമ്പലത്തേക്ക് പോകാനുള്ളൊരിത് ആയിരുന്നു അങ്ങനെ വരുന്നത്. പിന്നെ ഞങ്ങൾ നടന്ന് പോയപ്പോൾ കുറേ കൃഷ്ണൻ്റെ കുറേ ഫോട്ടോസും പശുവിൻ്റെ കുറേ ഫോട്ടോ, കൃഷ്ണൻ്റെ ഫോട്ടോ, അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. വിഗ്രഹമായിട്ടൊന്നുമല്ല. ഇതാണ് കേട്ടോ ടെമ്പിൾ. ഞാൻ എൻ്റെ മനസ്സിലുള്ള ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലുള്ള പോലെ ഗുരുവായൂർ അമ്പലം പോലെ ഒരു ടെമ്പിളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ അല്ല, അതൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇവിടെ ഇതെന്തോ ആരെയോ പ്രതിമയായിട്ടോ എനിക്ക് മനസ്സിലായില്ല. ഇതാണ് കേട്ടോ ശ്രീകോവിൽ എന്നല്ല നമ്മൾ നാട്ടിൽ പറയാം. അതന്നെ ആ ഒരു ഇതന്നെ ഉള്ളത്. അതിൽ വിഗ്രഹമൊന്നല്ല, ഒരു വിഗ്രഹം തന്നെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വിഗ്രഹമല്ല. ഒരു കൃഷ്ണൻ്റെ രാധേയം അങ്ങനത്തെ ഒരു കണ്ടില്ലേ, അതുപോലെ ഒരു വിഗ്രഹം. ഒരാളിവിടെ ഇരുന്ന് ഇങ്ങനെ ഭജന പോലത്തെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭജനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സെറ്റപ്പ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാനും കൂടിയുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് പറയുമ്പോൾ കുറേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണെന്ന് എനിക്ക് തോന്നിയത്. കുറേ സാലഡ്സും പിന്നെ അവരുടെ എന്തൊക്കെയോ ഡിഷസൊക്കെ ആയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയതേ ഇവിടെ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട മാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് 4 മണിക്ക് ആയിരുന്നു തിരിച്ചുള്ള റിട്ടേൺ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ ഫുള്ള് കറങ്ങി. എന്തായാലും വന്നതല്ലേ, അപ്പോൾ ഈ അവസരം മുതലാക്കാമെന്ന് വിചാരിച്ചിട്ട് ശരിക്കും അവിടെയൊക്കെ ഫുള്ള് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവസാനം ഫെറി വന്നു കേട്ടോ. കാത്തിരുന്ന് ഫെറി വന്നു. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. നല്ല വ്യൂ ആയിരുന്നു. ഓട്ടത്തിൻ്റെ ആ ഒരു വ്യൂ കാരണം നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇരുട്ടായൊന്നും തുടങ്ങിയിട്ടില്ല, എന്നാലും ചെറിയൊരു ഇരുട്ടൊക്കെ വന്ന് ഇതായിരുന്നു. എന്തായാലും മനസ്സിനൊരു ശാന്തത പോലെ ആയിട്ടോ. നമ്മൾ നാട്ടിലൊക്കെ എനിക്ക് അമ്പലത്തിൽ പോയാൽ മനസ്സിനൊരു പ്രത്യേക ശാന്തത കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പോയപ്പോഴും ഒരു പ്രെയർ റൂമിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലൊരു അമ്പലത്തിൻ്റെ എന്തോ ഒരു ചന്ദനത്തിരിയും ഒരു എന്താ പറയുക, ചന്ദനത്തിൻ്റെയൊക്കെ ഒരു മണം, അത് നന്നായിട്ട് എന്തോ ഒരു നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരുന്നത്. വണ്ടിയിൽ കയറി എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞു. ഈ ഐറിഷുകാരൊക്കെ കുറേ പേരൊക്കെ നമ്മളോട് ടാറ്റൊക്കെ പറഞ്ഞ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നതല്ല, പിന്നെ വേറെ എവിടെയെങ്കിലും ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവുമോ എന്നുള്ളത് കാറിലിരുന്ന് തന്നെ കുറേ സെർച്ച് ചെയ്ത് നോക്കി. അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. അത് ജസ്റ്റ് ഒരു ബീച്ച്, നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്, നല്ല പീസ്ഫുള്ളായിട്ടുള്ള ബീച്ച്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി.